ഓ ഈ മുറി മൊത്തം ചലഞ്ച് വില ആണല്ലോടി. ഇങ്ങോട്ട് ഇറങ്ങ്. ചേട്ടാ എവിടാ ചേട്ടാ ആ സ്വർണ്ണമാല ഇരിക്കുന്ന അമ്മ പറഞ്ഞത്? കുറെ വർഷങ്ങൾക്ക് വഴക്കമുള്ള ആ സ്വർണ്ണമാല എനിക്ക് ഇട്ടോണ്ട് നടക്കാമല്ലോ. വാ നമുക്ക് രണ്ടു കൂടെ നോക്കാം. സ്വർണ്ണമാലയൊക്കെ വേണമെങ്കിൽ നിനക്ക് തന്നെ കയറി നോക്കിയാൽ പോരെ. ഈ ചലഞ്ച് വിലക്കകത്തൊക്കെ എനിക്ക് വയ്യ. കാരണം ഇത് എന്ത് ചെയ്ത് ഈ റൂം വെറുതെ ഇട്ടേക്ക് വലിയ വർഷങ്ങളായിട്ട് ഉപയോഗമില്ലാതെ ഞാൻ അങ്ങനെ തുറക്കാറ് പോലും ഇല്ല. അമ്മയുടെ ഈ റൂം പൊളിച്ചു കളയാൻ പറഞ്ഞാൽ നമുക്ക് കേൾക്കത്തില്ലല്ലോ. ആ നീ വേഗം ചെന്ന് നോക്കിയിട്ട് വാ മാല. അയ്യോ ചേട്ടാ എനിക്ക് പേടിയാ ചേട്ടാ. ചേട്ടൻ വന്ന് നോക്കിയേട്ടാ മാല എവിടെ ഇരിക്കുന്നത് ഒന്ന് എടുത്ത ചേട്ടാ പ്ലീസ്. ഞാൻ മുട്ടായി വാങ്ങിച്ചു തരാം. അമ്മയോട് പൈസ വാങ്ങിച്ചിട്ട് പ്ലീസ് ചേട്ടാ പ്ലീസ്. പാർക്കുട്ടി എനിക്ക് ദേഷ്യം വരും കേട്ടോ. നിന്റെ കൂടെ കൂട്ടിന് ഇങ്ങോട്ട് കയറാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഈ മുറിയിലോട്ട് കയറിയത്. നീ തപ്പിയെടുക്കാൻ തന്നെയോ പറഞ്ഞ മാല. നീ ഞാൻ തപ്പിയെടുത്ത് തരണോ? ഈ മുറി ഇത്രയും അലങ്കോലമായിട്ട് കിടക്കും ഞാൻ അറിഞ്ഞില്ല ചേട്ടാ. അതുകൊണ്ടല്ലേ എനിക്ക് പേടിയാവുന്നു. ചേട്ടാ മുട്ടായി ഞാൻ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞില്ലേ? എന്നാ മാറിയിരിക്കും ഞാൻ നോക്കട്ടെ. ഈ മുറിക്കകത്ത് നീ മാല എവിടെ പോയി തപ്പും ഞാനും. ഷേ അയ്യോ വല മൊത്തം എന്റെ ദേഹത്തായി. അയ്യോ ചേട്ടാ ചെറിഞ്ഞൊരു ദേഹത്തായോ? പിന്നെ ദേഹത്താകാതെ. ആ അയ്യോ എന്റെ കൈ കടി കിട്ടി. എന്തോ ചേട്ടാ വല്ല പാമ്പ് വല്ലതാണോ കടിച്ചത്? ഒന്ന് പോടിയൊന്ന്. എവിടെ നോക്കട്ടെ? ഒരു ചെലന്തി എന്നെ കടിച്ചതാ. ഞാൻ അപ്പഴേ പറഞ്ഞു ഈ ചെലന്തി വിലക്കകത്ത് കയറണ്ടെന്ന്. അയ്യോ ചെലന്തി കടിച്ചതിന്റെ പാടുണ്ടല്ലോ കയ്യില്. ചിലപ്പോ ഇനി നീര് വെക്കുമായിരിക്കും. അയ്യോ ചേട്ടാ നമുക്ക് മാല പിന്നെ നോക്കാം. അമ്മയോട് പറയാം കയ്യിൽ എന്തെങ്കിലും അരച്ചിടാന്. മാല എനിക്കിനി നോക്കാനൊന്നും വയ്യ. എനിക്ക് കൈവേദന എടുത്തിട്ട് വയ്യ. ചെലന്തി എന്നെ കടിച്ചിട്ട്. വാ അമ്മയുടെ അടുത്ത് പോയി പറയാം. അമ്മേ അമ്മേ. എന്താ മണിക്കുട്ടാ? അമ്മേ മണിക്കുട്ടൻ ചേട്ടന്റെ കയ്യിലാണെങ്കിൽ ചെലന്തി കടിച്ചു. അയ്യോ ചെലന്തി കടിച്ചോ? കൈ കടിച്ച മോനെ. അമ്മ ഈ പാറക്കുട്ടിയാണെങ്കിൽ അടച്ചിട്ട മുറിയിലോട്ടാണെങ്കിൽ എന്നെ വിളിച്ചിട്ട് പോയിട്ട് പറഞ്ഞു അവിടെ നിന്ന് മാല എടുത്ത് കൊടുക്കാൻ. അമ്മ ഈ മാലയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു അല്ലേ? സ്വർണ്ണമാലയുടെ കാര്യം, കുറെ വർഷങ്ങൾ പഴക്കമുള്ള മാലയുടെ കാര്യം. ആ മാല എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് വിളിച്ച് കയറ്റി. അവിടെ ആണെങ്കിൽ ഇഷ്ടംപോലെ ചെലന്തി വല അല്ലായിരുന്നു. ആ ഒരു ചെലന്തി ആണെങ്കിൽ എന്റെ കയ്യെ കടിച്ചു. നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ മുറി കയറിയത്? എന്നോട് ചോദിച്ചാ മുറി കയറട്ടെന്ന്. എന്തിനാ മുറിക്കകത്ത് കയറാൻ പോയത്? എത്ര നാളുകൊണ്ട് നമ്മൾ തുറക്കാതിട്ടേക്കുന്ന മുറിയത് മൊത്തം അഴുക്കും പൊടിയാ. എന്തൊക്കെ പാമ്പ് വല്ലതും ഉണ്ടെ പോലും അറിയാൻ പറ്റുമോ? അമ്മ ഇവളാ അമ്മ എന്നെ വിളിച്ച് അവിടെ കയറ്റിയത്. ഇവളാ പറഞ്ഞ് സ്വർണ്ണമാല എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞത് എന്നെ അവിടെ വിളിച്ച് കയറ്റി. ഞാൻ പറഞ്ഞ പോകണ്ടെന്ന്. എന്തിനാണ് പാറു നിനക്ക് ഇപ്പൊ സ്വർണ്ണമാല? അയ്യോ അമ്മ അത് അമ്മ പറഞ്ഞില്ലേ കുറെ വർഷങ്ങൾ പഴക്കമുള്ള സ്വർണ്ണമാലയാന്നൊക്കെ. അതുകൊണ്ടാ ഞാൻ അങ്ങനെ എടുക്കാന്ന് വിചാരിച്ചത്. മണിക്കുട്ടി ചേട്ടാ എപ്പോഴാ കാലിൽ ഇതെടുത്തിട്ടത്? കറുത്ത മനസ്സല്ലായിരുന്നു നേരത്തെ, ഇതെപ്പോഴും ചുമന്നെടുത്തിട്ടത്? ശരിയാണല്ലോ, ഇത് എന്റെ കാല് തന്നെയാണോ? പിന്നെ നിന്റെ കാലല്ലാത്ത അപ്പുറത്തെ വീട്ടില് നാണിച്ചേട്ടന്റെ കാലാണോ ഇരിക്കുന്നത്? അമ്മ സത്യം അമ്മ ഇത് എന്റെ കാലല്ല. ഈ മണിക്കുട്ടി ചേട്ടൻ എന്തേ പറഞ്ഞത്? ചേട്ടന്റെ കാലല്ലെന്നോ? ചേട്ടനെ അടിച്ചപ്പോഴത്തേക്ക് എന്തോ ബോധം പോയ ചേട്ടന്റെ? നീ മിണ്ടി പോകരുത്. നീ കാരണം എനിക്ക് ഇതൊക്കെ സംഭവിച്ചത്. ഈ ചെറുക്കൻ എന്തോ ചരന്തി അടിച്ചപ്പോ വട്ടായോ? ഇവന്റെ കാലല്ലെന്നൊക്കെ പറയുന്നു. അയ്യോ കാലിന്റെ പകുതി വരെയപ്പോ നീല കളറായല്ലോ. അയ്യോ ഇതെങ്ങനെ അമ്മ ഈ സംഭവിക്കുന്നത്? ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായോ? എനിക്ക് കാലിന്റെ പകുതി വരെയപ്പോ നീല കളറായല്ലോ. ഇത് എന്റെ കാലല്ല. ഓ അമ്മ ആ ചെലന്തി അടിച്ചെടുത്താണെങ്കിൽ നല്ല വേദന എടുക്കുന്നു. മോനെ അമ്മ പോയാണെങ്കിൽ കുറച്ച് പച്ചമഞ്ഞൾ എടുത്തോണ്ട് വരട്ടെ. അതരച്ച് കൈ ഇട്ട് തരാം. എന്നാ അമ്മ വേഗം ചെല്ല്. കൈക്ക് ഭയങ്കര വേദന ചെലന്തി അടിച്ചെടുത്ത്. എന്തൊരു കഷ്ടം പിടിച്ച കാര്യം ഇത്. എടി നിന്നോടാ ഞാൻ പറഞ്ഞു മിണ്ടരുതെന്ന്. അയ്യോ ഞാൻ സ്പൈഡർമാനായി. മോനെ മഞ്ഞൾ കിട്ടി അമ്മ ഇപ്പൊ കൊണ്ടുവരും കേട്ടോ. എന്താ ഇതാര്? അമ്മ ഞാൻ അമ്മ മണിക്കുട്ടൻ. ഞാൻ സ്പൈഡർമാനായി. എന്തോ മണിക്കുട്ടനോ? മോളെ പാർക്കുട്ടി മണിക്കുട്ടൻ ഇങ്ങോട്ട് ഓടിപ്പോയി. അവനാണെങ്കിൽ കൈവേദന എടുത്തിട്ട് ഇനി പുറത്തോട്ട് അങ്ങനെ ഓടിപ്പോയി കാണുമായിരിക്കും. എന്നാൽ ഇതാര്? അമ്മ ഇനിയെങ്കിലും ഞാൻ പറഞ്ഞൊന്ന് വിശ്വസിക്കമ്മേ. എന്റെ കാലാണെങ്കിൽ നേരത്തെ എന്റെ അല്ലെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ല. ഇപ്പൊ ഞാനാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടാണെങ്കിൽ സ്പൈഡർമാനായിട്ട് മാറിയേക്കുവാ. സ്പൈഡർമാനോ? നീ എങ്ങനെ സ്പൈഡർമാനായി? എനിക്കറിയത്തില്ല അമ്മേ. ആഹാ ഇതെന്താ രാവിലെ ഇവിടെ പരിപാടി? പ്രച്ഛന്ന വേഷോ? മണിക്കുട്ടൻ ചേട്ടനാണെങ്കിൽ സ്പൈഡർമാന്റെ വേഷം നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കൂടെ വേണം സ്പൈഡർമാന്റെ വേഷം. ഞങ്ങൾ കളിക്കാൻ വേണ്ടിട്ട് വന്നതാ ഇങ്ങോട്ട്. ഇന്ന് അവധി ദിവസമല്ലേ, നമുക്ക് എല്ലാവരും കൂടെ കളിക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ഇതെന്താ ആരും മിണ്ടാത്തത്? ഞങ്ങളെ കണ്ടപ്പോ എന്താ എല്ലാരും ഷോക്കായിട്ട് നിൽക്കുന്നേ? അതാ ഇതും പ്രച്ഛന്ന വേഷത്തിന്റെ ഭാഗമാണോ? ഞങ്ങൾക്ക് എന്തോ പറയണമെന്ന് അറിയാൻ വയ്യ പിള്ളേരെ. ഇത് പ്രച്ഛന്ന വേഷം ഒന്നും അല്ല, ശരിക്കും സ്പൈഡർമാൻ ആയതാ മണിക്കുട്ടൻ. ശരിക്കും സ്പൈഡർമാനായോ? നിങ്ങൾ ചിരിക്കാൻ വേണ്ടി തമാശക്ക് പറഞ്ഞതല്ലേ, ഇത് ശരിക്കുള്ള കാര്യമാ. ശരിക്കുള്ള കാര്യമോ? അതേടാ പിള്ളേരെ ഞാൻ സ്പൈഡർമാൻ ആയതാ. ഇനിയെങ്കിലും നഖയും നിർത്തിക്കേ, നമുക്ക് 5 പേർ കൂടെ കളിക്കാം. എന്തായാലും മണിക്കുട്ടൻ ചേട്ടൻ സ്പൈഡർമാന്റെ വേഷമല്ലേ ഇട്ടേക്കുന്നത്, നമുക്ക് നാക്കളി തന്നെ കളിക്കാം. എടി പിള്ളേർ നിനക്കൊക്കെ പറഞ്ഞിട്ടെന്താ മനസ്സിലാവാത്തത്? ഞാൻ സ്പൈഡർമാൻ ആയതാന്ന്. എങ്ങനെ ആയെന്ന് എനിക്ക് അറിയത്തില്ല.
ശരിയാ മക്കളെ പറയുന്നത്. ഇവനെയാണെങ്കിൽ രാവിലെ ചലന്തി അടിച്ചെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് നിന്ന്. ഞാനാണെങ്കിൽ പിന്നെ മഞ്ഞൾ എടുക്കാൻ വേണ്ടി അടുക്കള പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇത്ര രൂപമായിട്ട് മാറി. ആദ്യമാണെങ്കിൽ അവൻ്റെ കാലാണെങ്കിൽ പകുതി വരെ ഈ സ്പൈഡർമാൻ്റെ കാലിൻ്റെ പകുതി വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് ഇപ്പൊ ദേഹം മൊത്തം സ്പൈഡർമാനായി മാറി. അയ്യോ ആര്യ പറയുന്നത് സത്യമാണോ? അതേടി സത്യമായിട്ട് പറയുന്നത്. ഞാനും ചേട്ടനും കൂടെ ആണെങ്കിൽ ഞങ്ങളുടെ അടച്ചിട്ടേക്കുന്നതിന്റെ റൂമിനകത്ത് കയറി. അപ്പൊ അയാൾക്ക് മൊത്തം മലയായിരുന്നു. എന്നിട്ടാണെങ്കിൽ ചേട്ടനെങ്കിൽ ചലന്തി അടിച്ച്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഈ പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ചേട്ടന്റെ ഭാഗം ഇങ്ങനെ ഈ സ്പൈഡർമാനായിട്ട് മാറി മാറി വരുവാ. ഇങ്ങനെ എന്താണെന്ന് അറിയത്തില്ല ഇങ്ങനെ. അപ്പൊ എന്താ കാര്യം നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ? മണിക്കൂടെ ചേട്ടൻ ചലന്തി അടിച്ചിട്ട് ചേട്ടൻ ഇങ്ങനെ സ്പൈഡർമാൻ ആയത്. അതെങ്ങനെ ചലന്തി അടിച്ചു കഴിഞ്ഞാൽ ഉടനെ സ്പൈഡർമാൻ ആവോ? ചലന്തി എത്ര പേരെ കടിക്കുന്നുണ്ട്? ആരെങ്കിലും ഇങ്ങനെ സ്പൈഡർമാൻ ആവുന്നുണ്ടോ? ഞാനാണെങ്കിൽ എവിടെയാ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ചലന്തി അടിച്ചിട്ട് സ്പൈഡർമാൻ ആയ കാര്യം. അയ്യോ സത്യമാണോടി? സത്യമായിരിക്കും. ചലന്തി അടിച്ചിട്ടായിരിക്കും ചേട്ടൻ എനിക്ക് സ്പൈഡർമാൻ ആയിട്ട് മാറിയത്. അല്ലെങ്കിൽ പിന്നെ ഇത്ര നാളും ഇങ്ങനെ സ്പൈഡർമാൻ ആയിട്ടില്ലല്ലോ. അയ്യോ മണിക്കൂട്ടൻ മൊത്തത്തിൽ സ്പൈഡർമാൻ ആയി. എല്ലാരും മാറി നിൽക്ക്, എനിക്ക് ഭിത്തി കൂടെ ചാടണം. അയ്യോ മോനെ അങ്ങനെ ചെയ്യല്ലേ, നിനക്ക് എന്തെങ്കിലും സംഭവിക്കും. നീ അങ്ങനെ ഭിത്തിയിലൊന്നും എടുത്ത് ചാടല്ലേ. നീ ശരിക്കുള്ള സ്പൈഡർമാൻ അല്ലല്ലോ, മണിക്കൂട്ടനല്ലേ. ശരിയാ ചേട്ടാ, ചേട്ടൻ ഭിത്തി കൂടെ എടുത്ത് ചാടിക്കഴിഞ്ഞാൽ കയ്യോ കാലം എന്നെ ഓടിയും. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, മാറ്. മണിക്കൂട്ടൻ ഇങ്ങനെ ഓരോ കെട്ടിടങ്ങളിൽ കൂടെ എടുത്ത് ചാടി ചാടി നടക്കുക. ഓരോ ഭിത്തി കൂടെ വലിഞ്ഞു കയറുക, ചാടുക. എന്താണ് ഇപ്പൊ ചെയ്യുന്നത്? സ്പൈഡർമാൻ ആകാനുള്ള മണിക്കൂട്ടൻ ചേട്ടന്റെ ഒരു ഭാഗ്യേ. എനിക്കങ്ങനെ ആ ഭാഗ്യം കിട്ടിയായിരുന്നെങ്കിൽ വിഷമിച്ചിരിക്കും. അപ്പോഴാണ് അവന്റെ സ്പൈഡർമാൻ ആകണമെന്ന്. നിങ്ങളാരെങ്കിലും ഈ വഴിക്ക് സ്പൈഡർമാൻ വരുന്നത് കണ്ടോ? അതെന്താ സാർ അങ്ങനെ ചോദിച്ചത്? ഒരു സ്പൈഡർമാൻ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. എല്ലായിടത്തും നടന്ന് നാശം ചെയ്തുകൊണ്ടിരിക്കുക. ഉള്ള വീടുകളിലെല്ലാം കയറി ഇറങ്ങി, കെട്ടിടങ്ങളിലെല്ലാം കയറി ഇറങ്ങി, അവിടെ ഗ്ലാസ് എല്ലാം തല്ലി പൊട്ടിച്ച്, ജനൽച്ചില്ലകളൊക്കെ തല്ലി പൊട്ടിച്ച് എന്തൊക്കെ കാണിച്ചു കൂട്ടുന്ന അറിയാമോ? അയ്യോ സാറേ, അത് എന്റെ മോനാ സാറേ. ദയവ് ചെയ്ത് എന്റെ മോനെ ഒന്നും ചെയ്യില്ല സാറേ. നിങ്ങളുടെ മോനോ? അങ്ങനെ നിങ്ങളുടെ മോനെ സ്പൈഡർമാനായി? സാറേ രാവിലെ ആണെങ്കിൽ അവനെ എനിക്ക് ഒരു ചലന്തി അടിച്ച്, അതിനുശേഷം എനിക്ക് സ്പൈഡർമാൻ ആയത്. ആദ്യം കാലിന്റെ ഭാഗം മാത്രമായി, പിന്നെ ആയി ദേഹം മൊത്തത്തിൽ സ്പൈഡർമാൻ ആയി. ഇപ്പോ എന്നിട്ട് അവൻ ഇറങ്ങിപ്പോയത് വീട്ടിൽ നിന്ന്. നിങ്ങൾ പറഞ്ഞത് കാര്യമായിരുന്നു, അല്ലെങ്കിൽ ഞാനിപ്പോ വെടിവെച്ച് കൊന്നേനെ. അയ്യോ സാർ അങ്ങനെ ചെയ്യല്ലേ. അയ്യോ പാവം മണിക്കൂട്ടൻ ചേട്ടൻ ഞാനാ ഓമി വിളിച്ചു കയറ്റിയത്. നിങ്ങളുടെ മകനെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ ഇനി വിഷമിക്കണ്ട, ഞാൻ അതിനുള്ള പരിഹാരം ചെയ്യാം. ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറയട്ടെ. ഇവിടെ ഒരു മ്യൂസിയം ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. ആ മ്യൂസിയത്തിലാണെങ്കിൽ ഹൾക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഞാൻ ആ ഹൾക്കിന്റെ രൂപം ഇവിടെ കൊണ്ടുവരും. ഹൾക്കിനെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് സ്പൈഡർമാൻ താനെ അടങ്ങിക്കോളും കേട്ടോ. നിങ്ങൾ ആരും വിളിച്ചിട്ട് കാര്യമില്ല. എന്നെ ഇല്ലാതാക്കാനാണോ നിങ്ങളുടെ തീരുമാനം? ഞാൻ വേഗം വരാം കേട്ടോ. നിങ്ങൾ ഈ സ്പൈഡർമാൻ എങ്ങ് പോകാൻ നോക്കിക്കോണേ. നീ ജനൽ ചില്ലയൊക്കെ തല്ലി പൊട്ടിക്കല്ലേ വീടുകളുടെയൊക്കെ. നീ മണിക്കൂട്ടനാന്ന് ഓർമ്മ വേണം, നീ സ്പൈഡർമാൻ അല്ല, അതാണ് നീ ഓർക്ക്. എനിക്കൊന്നും ഓർക്കേണ്ട ആവശ്യമില്ല. ഞാൻ സ്പൈഡർമാനാ, ഞാൻ മണിക്കുട്ടനല്ല. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഞാൻ സ്പൈഡർമാൻ, എനിക്ക് ആർക്കും വില കൊടുക്കേണ്ട ആവശ്യമില്ല. ധിക്കാരം പറയുന്നു. നിന്നെ ഇപ്പൊ ഞാൻ പൊക്കിയെടുക്കും. നിന്നെ മാത്രമല്ല, നിന്റെ എല്ലാത്തിനും ഞാൻ പൊക്കിയെടുത്ത് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ടെറിയും. നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ ഓരോരുത്തരെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് പിടിച്ച് തള്ളിയിടുന്നത്? എന്നാ ഇപ്പൊ നേരിട്ട് കാണാൻ തയ്യാറായിക്കോ. നിന്നെ എല്ലാത്തിനും ഞാൻ അങ്ങനെ ചെയ്യാം. സ്പൈഡർമാൻ, ഹൾക്ക് എങ്ങനെ ഇവിടെ എത്തി? നിനക്ക് രക്ഷ വേണമെങ്കിൽ നീ തിരിച്ചു പോകുന്നതാണ് നല്ലത് സ്പൈഡർമാൻ. ഹൾക്കിനെ നീ കണ്ടില്ലേ? അയ്യോ ഹൾക്ക്. മണിക്കൂട്ടൻ ഇനി ഭയക്കണ്ട, ഹൾക്ക് ഇപ്പൊ പോകും. അയ്യോ സാറേ, എനിക്ക് എന്തൊക്കെയാ സംഭവിച്ചത് എനിക്കായിട്ട് അറിയാൻ വയ്യ. രാവിലെ ചലന്തി അടിച്ചത് മാത്രം ഓർമ്മയുണ്ട്, പിന്നെ വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഇനി നിങ്ങൾ ആരും വിഷമിക്കണ്ട കേട്ടോ. ഈ സ്പൈഡർമാൻ കാരണം ഉണ്ടായ നാശനഷ്ടങ്ങളൊക്കെ ഞങ്ങൾ തന്നെ വഹിച്ചോളാം. ഗവൺമെന്റ് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. സാറേ എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. സാർ ആ ഹൾക്കിനെ കൊണ്ടുവന്നുണ്ടല്ലേ എന്റെ മോൻ രക്ഷപ്പെട്ടത്. അതൊക്കെ ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലേ സാറേ. താങ്ക് യു സോ മച്ച്. നന്ദിയൊന്നും വേണ്ട, ഞാൻ പറഞ്ഞില്ലേ.